ഇതുപോലെ നല്ല മസാലയുള്ള ഓയിൽ ഫ്രീ എയർ ഫ്രയറോ ഇല്ലാതെ ഒരു ചിക്കൻ ഉണ്ടാക്കിയാലോ? വാ, ലെറ്റ്സ് ട്രൈ. നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അധിക പേരുടെ മനസ്സിൽ വരുന്നത് ഒന്നുകിൽ മഞ്ഞളും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിക്കുക, അതല്ലെങ്കിൽ ഒരു എയർ ഫ്രയർ വാങ്ങി ഓയിലില്ലാതെ പ്രിപ്പയർ ചെയ്യുക എന്നാണ്. ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ചിക്കൻ ഉണ്ടാക്കുന്നൊന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഉണ്ടാക്കാം. ആ ഐറ്റം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇഡ്ഡലി പാത്രം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചിക്കൻ. ആദ്യം ഒരു ജാറിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം നമ്മുടെ ചിക്കൻ എടുക്കുക ഒരു പ്ലേറ്റിൽ. ആദ്യം ഉപ്പിടുക, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ച, എന്നിട്ട് അതും കൂടിയും ഈ പ്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ചിക്കന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ശേഷം ഒരു 5-10 മിനിറ്റ് അതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ശേഷം സെന്ററിൽ തട്ടിടുക. തട്ടിട്ടതിന് ശേഷം നേരെ ഇത് നമ്മുടെ ഗ്യാസിലേക്ക് വെക്കുക. ആ തട്ടിലേക്ക് വാഴയില വെക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കൻ ഒന്ന് എടുക്കുക. എന്നിട്ട് അത് ഈ വാഴയിലയിലേക്ക് വെക്കുക. ശേഷം അത് മൂടുക. നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് മൂടുക. ഒരു 15-20 മിനിറ്റ് വേവിക്കാൻ വെക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല കളറും ഉണ്ട്. നല്ലൊരു ഫ്രൈ ചെയ്ത ടൈപ്പ് തന്നെ കളർ ആയിട്ടുണ്ട് ഏകദേശം. നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി അതിന്റെ മുകളിലേക്ക് വിതറാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മീലിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു മസാല, ഫ്രൈ ചെയ്ത പോലെയുള്ള ഒരു ചിക്കനാണ്. പക്ഷെ ഒരു ഓയിലോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ചിക്കനാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയും.